നമസ്കാരം സുഹൃത്തുക്കളെ, VFയുടെ ഇംഗ്ലീഷിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് ഡാഷ് ദി മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. ഇവിടെ ആൻസർ ഏത് വരും? നെവർത്ത്ലെസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെവർത്ത്ലെസ് മീനിങ് എന്താണ്? നെവർത്ത്ലെസ് മീനിങ്ങിന്റെ എന്താണ്? എന്നിരുന്നാലും. ഇവിടെ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ ഇവിടെ തരാം. നെവർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്നിരുന്നാലും. എന്താണ്? എന്നിരുന്നാലും, അല്ലെങ്കിലോ, അങ്ങനെയാണെങ്കിലും എന്നതാണ് നെവർത്ത്ലെസിന്റെ മീനിങ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്കത് അവിടെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നെവർത്ത്ലെസ് പറഞ്ഞാൽ എന്നിരുന്നാലും, അല്ലെങ്കിലോ, അങ്ങനെയാണെങ്കിലും എന്നതാണ് നെവർത്ത്ലെസിന്റെ മീനിങ്. അപ്പൊ ഇവിടെ എന്താണ്? അതായത് the weather was extremely bad. കാലാവസ്ഥ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമായിരുന്നു എന്നതാണ് ഇവിടുത്തെ മീനിങ് വരുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? അടുത്തത് the match was not cancelled. മാച്ച് വാസ് നോട്ട്, മത്സരം എന്ത് ചെയ്തില്ല? ക്യാൻസൽ ചെയ്തില്ല, അല്ലെ, റദ്ദാക്കിയില്ല എന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്താ രണ്ട് കാര്യങ്ങളും ഇവിടെ എന്താണ് പറയുന്നത്? വിപരീതമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഇല്ലേ? എന്താണ്? വിപരീതമായ രണ്ട് കാര്യങ്ങളാണ് സെന്റൻസിൽ തന്നിട്ടുള്ളത്. ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്, കാലാവസ്ഥ മോശമായിരുന്നു, അത് ഒരു നെഗറ്റീവ്. അടുത്തത് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്, അവിടെയും സെന്റൻസ് നെഗറ്റീവ്. രണ്ടും വിപരീതമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. കാലാവസ്ഥ മോശമായിരുന്നു, എന്നില്ലാലും മത്സരം റദ്ദാക്കിയില്ല. അപ്പോ രണ്ട് വിപരീതമായ രണ്ട് കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനാണ് നെവർത്ത്ലെസ് ഉപയോഗിക്കുക. പഠിച്ചു വെച്ചോ, വിപരീതമായ രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കാനാണ് നെവർത്ത്ലെസ് എന്ന് ഉപയോഗിക്കുക. നെവർത്ത്ലെസ് മീനിങ് എന്നിരുന്നാലും, അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിലും എന്ന അർത്ഥത്തിലാണ്. അടുത്തത് ഏതാണ്? therefore, ല്ലേ? അടുത്തത് ഏതാണ്? therefore ഫസ്റ്റ് ഓപ്ഷൻ എ. therefore പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് എന്നതാണ് അർത്ഥം. ഏതാണ്? അതുകൊണ്ട് എന്നതാണ് അർത്ഥം. എന്തുകൊണ്ടാണ്? അതായത് ഈ therefore ഉപയോഗിക്കണമെങ്കിൽ സെന്റൻസിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരു കാരണവും ഉണ്ടായിരിക്കണം, അതിന്റെ കൂടെ അതിന്റെ ഫലവും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരു കാരണവും ഒരു മാറ്റർ ഉണ്ടായിരിക്കണം, അതിന്റെ കൂടെ അതിന്റെ ഫലവും കാണിക്കണം. അതിന്റെ ഫലവും എന്ത് ചെയ്യണം? കാണിക്കണം. ഒരു കാര്യവും കാണിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഫലവും കാണിക്കണം. മനസ്സിലായോ? അപ്പൊ അതാണ് എന്ത് ഉപയോഗിക്കുക? therefore ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ രണ്ട് വിപരീത ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് എന്ത് പറയുന്നത്? നെവർത്ത്ലെസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാരണം തരണം, ഒരു സെന്റൻസിൽ ഒരു കാരണവും തന്ന് അതിന്റെ ഫലവും തരണം എങ്കിലാണ് therefore ഉപയോഗിക്കുക. അടുത്തത് although. എന്താണ് although-യുടെ മീനിങ്? എന്താണ് although പറഞ്ഞാൽ എന്താണ്? അതും എന്ത് തന്നെയാണ്? എങ്കിലും, ല്ലേ? although പറഞ്ഞാൽ എങ്കിലും എന്നതാണ്. അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കോ, ഒരു പൂർണ്ണമായ വാചകം തന്നു. the weather was extremely bad തന്നു. എന്നിട്ട് ഇവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. കണ്ടോ? സെന്റൻസിൽ ഇവിടെ എന്തുണ്ട്? ഒരു കോമ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഒരു സെന്റൻസിൽ ഇവിടെ എന്തിട്ടിട്ടുണ്ട്? ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേടാ, കോമ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു കോമയുണ്ട്. ഈ കോമ കഴിഞ്ഞിട്ട് ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? although യൂസ് ചെയ്യാൻ പാടില്ല. ഒരു സെന്റൻസ് തന്നിട്ട് ഒരു പൂർണ്ണമായ വാചകത്തിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു the weather was extremely bad, ഒരു കംപ്ലീറ്റ് സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് അവിടെ എന്തിട്ടിട്ടുണ്ട്? ഒരു കോമ ഇട്ടിട്ടുണ്ട്. കോമ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും although യൂസ് ചെയ്യാൻ പാടില്ല. കോമ ഇട്ട് കഴിഞ്ഞാൽ, കോമ വന്നു കഴിഞ്ഞാൽ നോ യൂസസ്. ഏത്? although ഒരിക്കലും although ഉപയോഗിക്കരുത്. അതാണ് അടുത്ത റൂള്. നെക്സ്റ്റ് വൺ എന്താണ്? moreover. എന്താണ്?
മോർ ഓവർ. മോർ ഓവറിന്റെ മീനിങ് എന്താണ്? കൂടാതെ എന്നതാണ് അർത്ഥം. മോർ ഓവർ എന്താണ്? കൂടാതെ എന്നാണ്. അതായത് സമാനമായിട്ടുള്ള ഒരേ അർത്ഥമുള്ള കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് ഉപയോഗിക്കുന്നത്. മോർ ഓവർ എന്ന് പറഞ്ഞാൽ സമാനമായ അതായത് ഒരുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് മോർ ഓവർ ഉപയോഗിക്കുന്നത്. അപ്പൊ നാലിന്റെയും അർത്ഥം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സെന്റൻസ് കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നെവർത്തിലെസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും, അല്ലെ? ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്. കാലാവസ്ഥ മോശമായിരുന്നു, അല്ലെ? മോശമായിരുന്നു. അങ്ങനെയാണെങ്കിലും മത്സരം റദ്ദാക്കിയില്ല, അല്ലേ? നോക്കിക്കേ, ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്. കാലാവസ്ഥ മോശമായിരുന്നു, എന്നിരുന്നാലും മത്സരം റദ്ദാക്കിയില്ല. നെവർത്തിലെസ്, അല്ലേ? വിപരീതമായ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നെവർത്തിലെസ് ഉപയോഗിക്കുന്നത്. therefore എന്താ? അതുകൊണ്ട്. ഒരു കാരണവും കാണിക്കണം, അതിന്റെ ഫലവും, അല്ലെ? ഒരു മാറ്ററും വേണം, അതിന്റെ റിസൾട്ടും കിട്ടണം. അതാണ് therefore. although എങ്കിലും. therefore എന്താടാ? അതുകൊണ്ട്. although എങ്കിലും. ഒരു സെന്റൻസ്, കംപ്ലീറ്റഡ് സെന്റൻസ് തന്നു, then ഒരു കോമ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കോമ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഓൾദോ, അതായത് കോമ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ സെന്റൻസിൽ കോമ പറയുമ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഈ കോമ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവിടെ ഓൾദോ കോമ വരാം, പക്ഷെ അവിടെ ഓൾദോ യൂസ് ചെയ്യാൻ പാടില്ല. മോർ ഓവർ എന്ന് പറഞ്ഞാൽ കൂടാതെ, സമാനമായ, അല്ലെങ്കിൽ ഒരേപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് മോർ ഓവർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, which of the following statement is not corrected? എന്താണ് ഈ തന്നിട്ടുള്ള സെന്റൻസിൽ നോട്ട് കറക്റ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? നോട്ട് കറക്റ്റ് ഇവിടെ ഏതാണ്? സി ആണ് നോട്ട് കറക്റ്റ് ആയത്. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. ഇത് തെറ്റാനായിട്ടുള്ള കാരണം എന്താണ്? ഈച്ചും എവരി, ഈച്ച് ആൻഡ് എവരി എന്ന് സെന്റൻസിൽ തരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ശ്രദ്ധിക്കണം, ഈച്ച് ആൻഡ് എവരി വന്നു കഴിഞ്ഞാൽ എന്നീ വാക്കുകൾക്ക് ശേഷം എപ്പോഴും സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം, അതായത് ഏകവചനം ആയിരിക്കണം. ഇവിടെ ഹാവ് വന്നു, ഹാവ് എന്താണ്? പ്ലൂറൽ ആണ്. അവിടെ എന്താ വരാൻ പാടുള്ളൂ? ഹാസ് എ വരാൻ പാടുള്ളൂ. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ നോക്കണം, തന്നിട്ടുള്ള സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ തന്നിട്ടുള്ളതിൽ ഒരു നെഗറ്റീവ് സെന്റൻസും ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. എന്നാൽ ആൻസർ ആയിട്ട് വരുന്ന ഈ ടാഗില് എപ്പോഴും സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ടാഗ് ഒക്കെ കട്ട് ചെയ്ത് വിട്, പോസിറ്റീവ് ഒക്കെ കട്ട് ചെയ്ത് വിട്. ഇനി ഇവിടെ വോൺഷിയും കാൺഷിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ബില്ലാണ്, അല്ലെ? വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ബില്ലാണ്. ബില്ലിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റേണ്ടത്. ബില്ല് എപ്പോഴും മാറുന്ന സമയത്ത് വോണ്ട് എന്നായിട്ട് മാറും. വോണ്ട്, WON അപ്പോസ്ട്രോഫി T ലെ വോണ്ട്. കാരണം സെന്റൻസ് എന്തായിരിക്കണം? ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആകണം. അതുകൊണ്ട് തന്നെ ബില്ല് എന്തായി മാറി? വോണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ വോണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ രാധിക. രാധിക ആരാണ്? ഒരു സ്ത്രീ നാമമാണ്, അല്ലെ? ഒരു സ്ത്രീ നാമമാണ് രാധിക എന്ന് പറയുന്നത്. അപ്പൊ രാധിക എന്ന് പറയുന്നത് ഒരു സ്ത്രീ നാമമായത് കൊണ്ട് തന്നെ അവിടെ പ്രോനോൺ ഏത് വരണം? രാധിക എന്ന് എഴുതാൻ പാടോ? പാടില്ല. പ്രോനോൺ ആയിട്ട് ഷീ എന്ന് എഴുതണം. ഇനിയിപ്പോ രാധ എന്ന് ആണെങ്കിൽ എന്താണ്? ഹി എന്ന് എഴുതണം, അല്ലെ? രാധ എന്നാണെങ്കിൽ ഹി എഴുതണം. രാധിക ആയതുകൊണ്ട് ഷീ ആയി, അല്ലെ? അപ്പൊ ബോണ്ട് ഷീ എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ് ഡാഷ് എ month.
അല്ലേ? ഇവിടെ എന്താണ്? വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ് ഡാഷ് എ മന്ത്. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ 4 ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കാം. ഈ 4 ഓപ്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 4 ഓപ്ഷനും പഠിക്കണം. 4 നമ്മൾ എവിടെ യൂസ് ചെയ്യും? സിൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യും? അറ്റ് എവിടെ യൂസ് ചെയ്യും? ഇന്ന് എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് പഠിക്കണം. 4 എന്താണ്? ഒരു സമയപരിധിയെ ആണ് അല്ലേ? ഒരു സമയപരിധി അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ്. അങ്ങനെ വരുന്ന വാക്കുകളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? 4 ഉപയോഗിക്കുക. അതായത് ഇവിടെ ഒരു മാസത്തേക്ക് എന്ന സമയപരിധിയെ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മാസത്തേക്ക്. വിശാൽസ് ഫാദർ ഗോയിങ് എബ്രോഡ് for a month. ഒരു മാസത്തിന് വേണ്ടിയിട്ടാണ് വിശാലിന്റെ ഫാദർ എവിടേക്ക് പോയിരിക്കുന്നത്? എബ്രോഡിലേക്ക് പോയിരിക്കുന്നത്. എന്തിനു വേണ്ടി? for a month. ഒരു മാസത്തേക്ക് വേണ്ടി അല്ലേ? ഒരു സമയപരിധിയെ കാണിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് വേണം? for യൂസ് ചെയ്യണം. എന്നാൽ സിൻസ് എങ്ങനെയാണ്? കഴിഞ്ഞുപോയ, സമയം കഴിഞ്ഞുപോയി, ഓക്കെ, കഴിഞ്ഞുപോയ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങിയിട്ട്, കഴിഞ്ഞുപോയ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി ഒരു കാര്യം ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം എന്ത് ചെയ്യണേ? തുടരുന്നു എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറയാം 2023 മുതൽ അല്ലേ? 2023 മുതൽ അശ്വതി PSC പഠിച്ചു വരികയാണ് അല്ലേ? അശ്വതി ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 2023 അല്ലേ? 2023 മുതൽ അശ്വതി PSC പഠിച്ചു വരികയാണ് എന്ന് പറയുമ്പോൾ 2023 മുതൽ കഴിഞ്ഞുപോയ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി. 2023 കഴിഞ്ഞു പോയില്ലേ? അത് മുതൽ തുടങ്ങി ഇപ്പോഴും ഒരു കാര്യം തുടരുന്നു. ഇപ്പോഴും അശ്വതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സിൻസ്. അറ്റ് എന്താ പറയാ? കൃത്യമായ ഒരു സമയത്തെ സൂചിപ്പിക്കാനാണ്. കൃത്യമായ ഒരു സമയം അല്ലെ? കൃത്യമായ ഒരു സമയത്തെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം, സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? അറ്റ് ഉപയോഗിക്കുന്നത്. അതായത് അറ്റ് എന്ത് പറയാം? 5 o'clock അല്ലെ? അറ്റ് 5 o'clock, അറ്റ് 9 o'clock, അറ്റ് 11 o'clock ഇങ്ങനെ പറയാനാണ് കൃത്യമായ സമയം അല്ലെ? സ്പെസിഫിക് പോയിന്റ്. അതായത് കൃത്യം എന്ത് ചെയ്യും? 3 മണിക്ക് അല്ലെ? കൃത്യം 3 മണിക്ക് അലാറം അടിക്കും അല്ലെ? അല്ലെങ്കിൽ കൃത്യം 5 മണിക്ക്, അങ്ങനെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ കൃത്യമായ സമയം കാണിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്നെന്താ പറയാ? ഭാവിയിലെ ഒരു സമയത്തെ കാണിക്കാൻ, ഫ്യൂച്ചറിലെ ഭാവിയിലെ ഒരു സമയത്തെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ന് പറയാനോ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ന് പറയാനോ ആണ് ഏത് ഉപയോഗിക്കുക? ഇൻ എന്നത് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ഇങ്ങനെ അർത്ഥങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട്. ഫോർ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സിൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? അറ്റ് എങ്ങനെ, ഇന്ന് എങ്ങനെ എന്നതൊക്കെ ഒന്ന് നന്നായിട്ട് കാണാപ്പാഠം പഠിക്കാതെ ഒന്ന് മനസ്സിരുത്തി വെച്ചാൽ നമുക്ക് എക്സാം ഹാളിൽ അവിടെ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ 4 നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സമയപരിധി, ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെ? ഒരു 5 മാസത്തിന് വേണ്ടിയിട്ട് ആരതി എന്ത് ചെയ്തിരിക്കുകയാണ്? എബ്രോഡിലേക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡന്റ് ആയ ആരതി എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ആതിര അല്ലെ? ആതിരയല്ലേ? ആരതിയോ ആതിരയോ അല്ലെ? അവരെന്താണ്? ഒരു 6 മാസത്തേക്ക് വേണ്ടിയിട്ട് അവിടെ സിസ്റ്ററിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ 4 ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു സമയപരിധി കാണിക്കാനാണ്. എന്നാൽ സിൻസോ നമ്മൾ ബെസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങളിലൂടെ തന്നെ പറഞ്ഞു. ഇനി അറ്റ് എന്താണ്?
കൃത്യമായ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കറക്റ്റ് 10 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? കറക്റ്റ് 10 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ 10 മണിക്ക് നമുക്ക് ഉറങ്ങാം. സ്പെസിഫിക് ടൈം അവിടെ കാണിക്കുകയാണ്. ഇനി ഇന്നെന്താ, ഒന്നുമില്ലെങ്കിൽ ഭാവിയിലെ ഒരു ടൈം, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലേ, നമ്മൾ പറയാണ് ഞാൻ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തരാനുള്ള കാശ് ഞാൻ നിങ്ങൾക്ക് തരാട്ടോ എന്ന് നമ്മൾ പറയില്ലേ, അന്ന പോലെ. അപ്പൊ അവിടെ എന്താണ്? ഇന്ന്. രാകേഷ് ഡാഷ് ആൻഡ് appointment to see the doctor. It is at 11 AM tomorrow. രാകേഷ് എന്ത് ചെയ്തിട്ടുണ്ട്? രാകേഷ് ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലെ? രാകേഷ് ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്താണ്? ഒരു പ്രവൃത്തി കഴിഞ്ഞു. ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു? പ്രവൃത്തി കഴിഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? പ്രവൃത്തി കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. പ്രവൃത്തി കഴിഞ്ഞു ഇവിടെ. ഓക്കെ, എന്നാൽ ഇറ്റ് ഈസ് അറ്റ് 11 at tomorrow. എപ്പോഴാണ്? നാളെ 11 മണിക്കാണ്. പക്ഷെ ഇവിടെ ഭാവിയിലെ, ഫ്യൂച്ചറിലെ ഫലം എന്തുണ്ട്? ഭാവിയിലെ ഫലം ഇവിടെ നിൽക്കുന്നുണ്ട്, വന്നിട്ടില്ല അല്ലേ? ഭാവിയിലെ ഫലം എന്ത് ചെയ്തിട്ടില്ല? ഇവിടേക്ക് വന്നിട്ടില്ല. അത് അറിയാൻ പോണുള്ളൂ. അത് ആകണമെങ്കിൽ നാളെ 11 മണി ആകണം അല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? പ്രവൃത്തി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതേപോലെ ഇവിടെ രാകേഷ് ആണ് അല്ലേ? രാകേഷ് ആണ്. രാകേഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സബ്ജക്റ്റിനെയും ഇവിടെ ഒരു വെർബ് കൊടുക്കണം അല്ലേ? ആ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് അല്ലേ? രാകേഷ് എന്നത് എന്താണ്? ഒരു സിംഗുലർ ആണ് അല്ലേ? അപ്പൊ രാകേഷ് ഒരു സിംഗുലർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൊടുക്കണം? ഹാസ് എന്ന് കൊടുക്കണം. രാകേഷ് സിംഗുലർ ആയതുകൊണ്ട് ഒരു സിംഗുലർ ആയിട്ടുള്ള ഹാസ് കൊടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് മെയ്ഡ് അല്ലേ? മെയ്ഡ് ആണ്. മെയ്ഡ് പറയുമ്പോൾ നോക്കിക്കേ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഏത്? മെയ്ഡ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. അതായത് ഒരു കാര്യം, പ്രവൃത്തി ഓൾറെഡി കഴിഞ്ഞു, എന്നാൽ അതിന്റെ ഫലം ഇനി ഭാവിയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത് അവിടെ നിലനിൽക്കുന്നുണ്ട്, വന്നിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ രാകേഷ് ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലെ പ്രവൃത്തി എന്താണ്? കഴിഞ്ഞതാണെങ്കിലും അതിന്റെ ഫലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട്, അതായത് നാളെ 11 മണിക്ക് എന്ന് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതേപോലെ രാകേഷ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റും വെർബ് എഗ്രിമെന്റില് രാകേഷ് സിംഗുലർ ആയതുകൊണ്ട് ഏത് വേണം? ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് അവിടെ യൂസ് ചെയ്യില്ല. ഹാസ് മെയ്ഡ്. Which of the following words is the antonym of optimism? ഒപ്റ്റിമിസത്തിന്റെ ആന്റോണിയം എന്താണ്? ഒപ്റ്റിമിസത്തിന്റെ ആന്റോണിയം പെസിമിസം ആണ്. ഒപ്റ്റിമിസം, പെസിമിസം. എന്താണ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിമിസത്തിന്റെ മീനിങ് എന്താണ്? കാര്യങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക. കാര്യങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുകയും അതുപോലെ തന്നെ എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഓരോ മനോഭാവം. ഓരോ വ്യക്തികൾക്കും ഓരോരോ മനോഭാവം ഉണ്ട് അല്ലെ? എന്നും ചിലവർ എന്ത് ചിന്തിക്കും? നെഗറ്റീവ് ചിന്തിക്കും അല്ലെ? മോശം കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മോശം കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ ചിലർ അങ്ങനെയല്ല. എപ്പോഴും കാര്യങ്ങളെ എന്ത് ചെയ്യും? നല്ലതായിട്ട് അല്ലെ? പോസിറ്റീവായിട്ട് മാത്രം കാണും. നല്ലത് മാത്രമേ നമുക്ക് സംഭവിക്കൂ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഏത്? പോസിറ്റീവ്. എന്നാൽ പോസിറ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? പെസിമിസം എന്ന് പറയുന്നത്. പെസിമിസം എന്താണ്? എപ്പോഴും നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, മോശം കാര്യങ്ങൾ മാത്രം സംഭവിക്കുമെന്ന് കരുതുന്ന മനോഭാവമാണ് പെസിമിസം. അപ്പൊ ഒപ്റ്റിമിസം പോസിറ്റീവ്, പെസിമിസം നെഗറ്റീവ് ആശയമാണ്. അവിടെ പഠിച്ചല്ലോ. അതായത് ആശാവാദം, നിരാശാവാദം എന്ന് പറയാം കേട്ടോ. ആശാവാദം, അതിന്റെ ഓപ്പോസിറ്റ് നിരാശാവാദം എന്നാണ് കറക്റ്റ് മലയാളം വാക്ക്. ഇനി അടുത്തത് ഏതാണ്? സ്കെപ്റ്റിസിസം അല്ലേ? എന്താണ്? അത് സംശയാലുതയാണ്. നമ്മൾ പറയല്ലേ എന്നും അത് ആ വ്യക്തി സംശയാലുത. അതായത് എങ്ങനെ പറയാം? എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ എന്താണ്? അങ്ങനെ സംശയം. ചില കുരുത്തക്കേട് മനസ്സുകൾ ഉണ്ടാവും അല്ലെ? എപ്പോഴും എന്ത് ചെയ്യും? മൊത്തം സംശയമായിരിക്കും. അപ്പോൾ എന്തിനേയും
സംശയത്തോടെ വീക്ഷിക്കുന്നതാണ് കേട്ടോ. സംശയത്തോടെ, എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു മനോഭാവമാണ്, വീക്ഷിക്കുന്ന രീതിയാണ് സ്കെപ്റ്റിസിസം. ഓക്കെ, അടുത്തത് ഫാന്റാസിസം. എന്താ ഫാന്റാസിസം? ഒരു കാര്യത്തോടുള്ള അമിതമായ അല്ലെങ്കിൽ ഭ്രാന്തമായ ആവേശമാണ്. അന്ധമായ അഭിമാനം പറയില്ല, അന്ധാഭിമാനം എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യത്തോടുള്ള അമിതമായ അല്ലെങ്കിൽ ഭ്രാന്തമായ ആവേശമാണ്. ഭ്രാന്തമായ ആവേശം, PSC പഠിക്കണമെന്ന് അമിതമായി അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ആവേശം എടുത്ത് നടക്കുന്ന ആൾക്കാരില്ലേ, അവരെയൊക്കെ എന്ത് പറയാ? ഫാന്റാസിസം എന്ന് പറയാം. ഇനി ഫിലാന്ത്രോപ്പിസം എന്താ? മനുഷ്യസ്നേഹി ഇല്ലേ, മനുഷ്യസ്നേഹമാണ്. മനുഷ്യസ്നേഹം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം, അതാണ് ഏത്? ഫിലാന്ത്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമിസം, പോസിറ്റീവായിട്ട് എന്നും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണെങ്കിൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നും മോശം കാര്യങ്ങൾ മാത്രം സംഭവിക്കുമെന്ന് കരുതുന്ന മനോഭാവമാണ് പെസിമിസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒപ്റ്റിമിസം, പെസിമിസം പഠിച്ചോ. സ്കെപ്റ്റിസിസം എന്താ? എന്നും സംശയത്തോടെ വീക്ഷിക്കുന്ന, സംശയാലുതയുള്ള വ്യക്തിയാണ് സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. ഫാന്റാസിസം അമിതമായി അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള ആവേശമാണ് ഏത്? ഫാന്റാസിസം. ഫിലാന്ത്രോപ്പിസം മനുഷ്യസ്നേഹം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം. ഇതൊക്കെ എന്താണ്? നമ്മൾ പറയാറില്ലേ ഫിലാന്ത്രോപ്പിസ്റ്റ് അല്ലേ, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ഓപ്ഷനിൽ നിന്നും ഇവിടെ പഠിക്കുന്നത്. Which of the following idiomatic expression has the meaning to reveal the secret? നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്. To reveal the secret. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനും കൂടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ. തനി നാടൻ മലയാളത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തു തന്നതാണ്. ടു റിവീൽ ദി സീക്രട്ട് എന്താണ്? ടു സ്പിൽ ദി ബീൻസ്. നമ്മളൊരു ബീൻസ് അല്ലെങ്കിൽ ഒരു പയർ നമ്മൾ തൊലിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ മണികൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് പുറത്തിടുകയാണ് അല്ലേ. അതിനെടുത്തിട്ട് പുറത്തിടുകയാണ്. കാരണം ഉള്ളിലുള്ള ഒരു രഹസ്യം പുറത്തുവിടുക എന്ന് പറയും. എന്താണ് ടു റിവീൽ ദി സീക്രട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു രഹസ്യം അല്ലേ, രഹസ്യം പുറത്തുവിടുക. രഹസ്യം പുറത്തുവിടുക എന്നതാണ് ടു റിവീൽ ദി സീക്രട്ട്. ടു സ്പിൽ ദി ബീൻസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. എന്താ അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ? ഒട്ടും വൈകാതെ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ നിൽക്കുമ്പോൾ ഒട്ടും വൈകാതെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അല്ലേ. ഒട്ടും വൈകാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക. ഒരു കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിക്കുന്ന കാര്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നതിനെയാണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. ഒട്ടും വൈകാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ഏത് പറയാ? അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. അടുത്ത എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. PSC ഭയങ്കര ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്താണ്? തീർത്തും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കാണ്ട് ഒരു സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എ ബോട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവം, അതായത് ഇടുത്തി വെട്ടിയതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് എ ബോട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കോൾ എ സ്പേഡ് എ സ്പേഡ്. എന്താ കോൾ എ സ്പേഡ് എ സ്പേഡ്? മടി കൂടാതെ കാര്യങ്ങൾ തുറന്നു പറയുക. മടി കൂടാതെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? തുറന്നു പറയുക. മടി കൂടാതെ കാര്യങ്ങൾ തുറന്നു പറയുക ആണല്ലേ. അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. മടി കൂടാതെ കാര്യങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ സത്യസന്ധമായി സംസാരിക്കുക എന്നതൊക്കെയാണ് കോൾ എ സ്പേഡിന്റെ മീനിങ്. അപ്പൊ 4ന്റെ അർത്ഥം പഠിച്ചു വെക്കണം. ടു റിവീൽ ദി സീക്രട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ ബീൻസ് അല്ലെങ്കിൽ ഒരു പയർ അതിനെ ചിന്തിച്ചാൽ മതി. ടു സ്പിൽ ദി ബീൻസ് രഹസ്യം പുറത്തു പറയുക. അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഒട്ടും വൈകാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക. അതാണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ ഇടുത്തി വെട്ടിയതുപോലെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യുക? ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. കോൾ എ സ്പേഡ് മടി കൂടാതെ കാര്യങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ സത്യസന്ധമായി സംസാരിക്കുക. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അക്കോമഡേഷൻ തന്നിട്ടുണ്ട്.
എപ്പോഴും മക്കളെ അക്കോമഡേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും 2C വരണം, 2M വരണം. പഠിച്ചു വെക്കണേ. 2C വരണം, 2M വരണം. ഇവിടെ 2C അല്ലേ? ഇവിടെ ഏതുണ്ട്? 2C ഉണ്ട്. ഒരു M 2M ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു C ഉണ്ട്, 2M ഉണ്ട്. തെറ്റാണ്. ഇവിടെ 2C ഉണ്ട്, 2M ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? എന്താണ് ഇവിടെ പറ്റിയത്? ഇവിടെ O ആണ് അല്ലേ? ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത്? A ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. അക്കോമഡേഷൻ MA അല്ല വരേണ്ടത്, O ആണ് വരേണ്ടത്. അപ്പൊ അക്കോമഡേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട. 2C 2M O എന്ന് പഠിക്കുക. 2C 2M അങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ പറയാറില്ലേ, അങ്ങനെയാണോ എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. 2C 2M അത്ര പഠിച്ചു വെച്ചാൽ പഠിച്ചു കഴിഞ്ഞിട്ട് അക്കോമഡേഷൻ ഇനി നോക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത്രയും അവിടെ പഠിച്ചു. ട്രെയിൻ ഡാഷ് ദി സ്റ്റേഷൻ. ഇവിടെ ഫ്രേസൽ വെർബാണ്. കോൾ അറ്റ് ഉണ്ട്, കോൾ ഫോർ ഉണ്ട്, കോൾ ഓൺ ഉണ്ട്, കോൾ ഔട്ട് ഉണ്ട്. എങ്ങനെ ചെയ്യും? ഇവിടെ ആൻസർ ഏതാണ്? കോൾ അറ്റ് ആണ്. കോൾ അറ്റ് അല്ലേ? ദ ട്രെയിൻ കോൾ അറ്റ് ദി സ്റ്റേഷൻ. ഇവിടെ കോൾ അറ്റ് എന്താണ്? അതായത് ഇപ്പോൾ നമ്മളിപ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു ട്രെയിൻ, ഇവിടെ ട്രെയിനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷിപ്പ്, അതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു കപ്പൽ തുറമുഖങ്ങളിലോ ഒക്കെ കുറച്ച് സമയം നിർത്തുന്നതിനെയാണ് കോൾ അറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോൾ അറ്റ് പറയുമ്പോൾ നമ്മൾ പറയും വിസിറ്റ് എ പ്ലേസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? കോൾ അറ്റ് നമ്മൾ എന്താ പറയാ? വിസിറ്റ് എ പ്ലേസ് എന്നതാണ് പറയുക. ഒരു ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേഷനിൽ നിർത്തും. ഷിപ്പ് ആണെങ്കിലോ ഷിപ്പ് എന്തെങ്കിലും പോർട്ടിൽ നിർത്തും അല്ലെ? തുറമുഖങ്ങളിൽ നിർത്തും. അങ്ങനെ ഇപ്പൊ ബസ്സിലാണെങ്കിലോ സ്റ്റാൻഡിൽ നിർത്തും അല്ലെ? അങ്ങനെ എന്ത് പറയുന്നത്? അതായത് ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഒരു കപ്പലോ ട്രെയിൻ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കപ്പൽ എന്ത് ചെയ്യും? തുറമുഖത്തൊക്കെ കുറച്ച് സമയം നിർത്തുന്നതിനെയാണ് കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ് എന്ന് പറയും കേട്ടോ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. അതവിടെ നമ്മൾ പഠിച്ചു കോൾ അറ്റ്. ഇനി കോൾ ഓൺ എന്താ? കോൾ ഓൺ എന്താണ്? ഒരാളെ പോയി സന്ദർശിക്കുന്നതിനെയാണ്. ഒരാളെ പോയി സന്ദർശിക്കുക. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പോയിട്ട് വിസിറ്റ് ചെയ്യാറില്ലേ? സന്ദർശിക്കുക. ഒരാളെ പോയി സന്ദർശിക്കുന്നതിനെ ആണ് എന്ത് പറയുന്നത്? കോൾ ഓൺ എന്ന് പറയുന്നത്. ഇനി കോൾ ഫോർ എന്താ? ഡിമാൻഡ് അല്ലെ? കോൾ ഫോർ എന്താണ്? ഡിമാൻഡ്. കോൾ ഫോർ ഡിമാൻഡ് എന്താ? ഒരു കാര്യത്തിന് ആവശ്യപ്പെടുക. ഒരു കാര്യത്തിന് ആവശ്യപ്പെടുകയാണ് കോൾ ഫോർ. ഇനി കോൾ ഔട്ട് എന്താ? ഉച്ചത്തിൽ വിളിക്കുക. കോൾ ഔട്ട് ഉച്ചത്തിൽ വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ സഹായത്തിനൊക്കെ ആയിട്ട് വിളിക്കില്ലേ? കോൾ ഔട്ട് സഹായത്തിനായി വിളിക്കുക എന്നതാണ്. അപ്പൊ ഇവിടെ കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഫോർ ഒരു കാര്യത്തിന് ആവശ്യപ്പെടുക. കോൾ ഫോർ ഡിമാൻഡ്. അത് കോൾ ഓൺ എന്താ? ഒരാളെ പോയിട്ട് സന്ദർശിക്കുക. കോൾ ഔട്ട് ഉച്ചത്തിൽ വിളിക്കുക അല്ലെങ്കിൽ സഹായത്തിനായിട്ട് വിളിക്കുക. ഇതൊക്കെയാണ് ഇവിടെ അർത്ഥം. Who is devoted to the pleasure of eating and drinking? ഇവിടെ ആൻസർ ഏത് വരും? ഇവിടെ ഏതാണ് ആൻസർ? One who is devoted to the pleasure of eating and drinking. ഏതാണ് ആൻസർ? എപ്പിക്യൂർ ആണ്. ഏതാണ്? എപ്പിക്യൂർ. ആൻസർ ഈസ് എപ്പിക്യൂർ. അതായത് ഭക്ഷണപ്രിയൻ. എപ്പിക്യൂർ എന്താണ്? ഭക്ഷണപ്രിയൻ. അതായത് എന്താ പറയുക, നല്ല ഭക്ഷണവും പാനീയങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക, അതിനൊക്കെ താല്പര്യം, നല്ല ഭക്ഷണം കണ്ടാൽ അതിനോട് താല്പര്യമുള്ള വ്യക്തി, നല്ല വെള്ളം, നല്ല പാനീയങ്ങൾ കുടിക്കാൻ താല്പര്യമുള്ള വ്യക്തിയൊക്കെയാണ് എപ്പിക്യൂർ, ഭക്ഷണപ്രിയൻ. ഇനി ഫിജിറ്റീവ് എന്താ? അതായത് ഭീരു. ഫിജിറ്റീവ് എന്താണ്? ഭീരു. അതായത് ഇപ്പം ഒരു നിയമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തടവിൽ നിന്നൊക്കെ ഒളിച്ചോടുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് നടത്താൻ പറ്റാതെ അതിൽ നിന്ന് മാറി നിൽക്കുക, ഒളിച്ചോടിയവൻ ഭീരു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഫിജിറ്റീവ്. ഇനി വാഗബോണ്ട് എന്താ? സ്വന്തമായിട്ട് വീടില്ലാത്ത നമ്മളിപ്പോൾ നമുക്ക് വീടില്ല, നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു കാലം ഒരവിടെ പോയി താമസിക്കും, പിന്നെ മറ്റിടത്തേക്ക് അങ്ങനെ നടക്കും, പിന്നെ കുറച്ചൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ അങ്ങോട്ട് ഇവിടെ താമസിച്ച് അങ്ങനെ അലഞ്ഞു നിൽക്കും. അങ്ങനെ നാടോടി. വാഗബോണ്ട് എന്ന് പറഞ്ഞാൽ നാടോടി അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്നവൻ എന്നൊക്കെ പറയും.
അലഞ്ഞു തിരിയുന്നവൻ. നമ്മൾ ചിലവരിനെയൊക്കെ കാണാറുണ്ട് അല്ലെ. ഇപ്പോൾ ഒരാൾ ഒരു ഇവിടേക്ക് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടാവും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്ത് വേറെ എവിടെയും പഠിക്കാം, പിന്നെ അങ്ങനെ മാറി 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 അങ്ങനെ അലഞ്ഞു തിരിയുന്നവൻ, നാടോടി എന്നൊക്കെയാണ് വാഗാബോണ്ട് എന്ന് പറയുന്നത്. ഇനി സിനിക്ക് എന്താണ്? അതായത് മറ്റുള്ളവരെ എപ്പോഴും സംശയിക്കുന്നവൻ. മറ്റുള്ളവരെ എപ്പോഴും എന്ത് ചെയ്താലും എന്താണ്? സംശയമാണ്. കാരണം അതൊക്കെ എന്താ പറയാ, ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണ അതൊക്കെ സ്വാർത്ഥതയാണ്, അതൊക്കെ എന്താ പറയാ, എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ സ്വാർത്ഥത മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയാണ് എന്ത് പറയാ, സിനിക് എന്ന് പറയും. മറ്റുള്ളവരെ എപ്പോഴും സംശയിക്കുക കേട്ടോ, മറ്റുള്ളവരെ എപ്പോഴും സംശയിക്കുന്നവനാണ് സിനിക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂജിറ്റീവ് എന്താ? ഭീരുവാണ്. നിയമത്തിൽ നിന്നോ തടവിൽ നിന്നോ ഒക്കെ ഒളിച്ചോടിയ ആള് അല്ലെങ്കിൽ ഒളിച്ചോടിയവൻ, ഭീരു എന്നൊക്കെ അർത്ഥമാണ് ഫ്യൂജിറ്റീവ്. വാഗാബോണ്ട് നാടോടിയാണ് അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്നവനാണ്. സിനിക് മറ്റുള്ളവരെ എപ്പോഴും സംശയിക്കുന്നവനാണ്. ആളുകളുടെ പ്രവൃത്തികൾക്ക് പിന്നിൽ എപ്പോഴും അത് സ്വാർത്ഥത, താല്പര്യം മാത്രമാണ് എന്ന് എന്നും ചിന്തിക്കുന്ന വ്യക്തികളാണ്. എപ്പിക്യൂർ എന്താ? ഭക്ഷണപ്രിയനാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സ്പ്ലെയിൻ താഴെ ഒന്ന് തീർച്ചയായിട്ടും ഞാനൊരു റിക്വസ്റ്റ് ആണ്, ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.